എന്തുവാ നിങ്ങൾ സംസാരിക്കുവാന്നോ അവിടെ? ഇന്നലെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അവളുമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അന്നേരം ഇതെനിക്ക് സഹിക്കാൻ വയ്യാതെ ഇത്രയും ദിവസം ഞാൻ എൻ്റെ ഭർത്താവ് വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ കതവിന് കുറ്റിയിടാൻ തുടങ്ങി. കുറ്റിയിട്ടിട്ട് എനിക്ക് ബാത്റൂമിൽ പോകേണ്ട സമയത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴായിരിക്കും ഏട്ടൻ നമ്മളോട് പറയുന്നത്, കണ്ടോ നമ്മള് സംസാരിക്കുന്നത് കേൾക്കാൻ ഇറങ്ങി വരുവാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇതെന്തായിരിക്കും, നമുക്കിപ്പോൾ ആരോടും പറയാനൊക്കത്തില്ലല്ലോ. ഏട്ടനാണെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തെ കളങ്കപ്പെടുത്തരുതല്ലോ എന്നും പറഞ്ഞ് എൻ്റെ അനിയനോട് മാത്രമേ ഞാനിത് പറഞ്ഞോളൂ. എങ്ങനെങ്കിലും ദൈവത്തിനെ വിളിച്ച് എൻ്റെ കണ്ണീര് കണ്ട് എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരുമെന്നും പറഞ്ഞ് ഞാനിരുന്ന്. പക്ഷേ ഓരോ ദിവസം തോറും വിളി കൂടുതലാവത്തതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾക്കൊരു തത്തയുണ്ട്, അതിനെ കിങ്ങിണിന്നാ ഏട്ടൻ വിളിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഏട്ടനാണെങ്കിൽ കിങ്ങിണി വല്ലതും തിന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇനി ആയപ്പം ഞാൻ ഉണർന്നപ്പോ ഭയങ്കര ചീത്ത വിളി കേൾക്കുന്നു. അന്നേരം ഇല്ല ഞാൻ പോയിട്ടില്ലടി, ഞാൻ അവിടെ മുറി കയറിയിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയതാ. ഞാൻ അപ്പം ഭാര്യയുമായിട്ട് ഒരുമിച്ച് കഴിയുന്നോ ഇല്ലയോ എന്ന് വരെ ആ സ്ത്രീ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അന്ന് പറഞ്ഞു, അന്ന് അവരോട് പറഞ്ഞു. എനിക്കിപ്പോ അതൊക്കെ എങ്ങനെ ഞാൻ പറയുന്നത്? എന്റെ അച്ഛനും അമ്മ എല്ലാരും ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തിനേക്കര അവളോട് അതുവരെ പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഈ വിഷം മേടിച്ചോണ്ട് വെച്ചിരിക്കുന്ന അങ്ങനെ കണ്ടോ? വല്ല തെങ്ങിനും ഒക്കെ കഴിക്കും അങ്ങനെയുള്ള മുമ്പ് പ്രശ്നങ്ങളായിട്ടൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ല. ആളും മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അത് ശരി. അതിനു മുമ്പ് നമുക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ലായിരുന്നു. വരുമല്ല, ഒരു പെങ്കൊച്ച് സ്കൂട്ടറെ വന്ന് സ്കൂട്ടർ ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടെ ഈ ഓട്ടോ ഓടിക്കുന്ന മനോജോ അവിടെ വണ്ടി ഇടിച്ചാന്ന് എന്തുവാന്ന് അറിയത്തില്ല, അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു, റോഡ് സൈഡിൽ കിടക്കും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിന് മുന്നിലെ ആട്ടോറിക്ഷ ഓടുന്ന ശ്രീ മനോജ് എന്ന് പറയുന്ന ഒരു യുവാവ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയുണ്ടായി. അത് എന്താണ് കാരണമെന്നുള്ളത് സഹപ്രവർത്തകരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും മറ്റുള്ള അദ്ദേഹത്തിനെ അറിയുന്നവരും ഈ പ്രദേശത്താകെ ഒരു കാരണം എന്താണ്, അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനായ യുവാവ് എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള അടുപ്പമാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. കഴിഞ്ഞ 17 വർഷമായിട്ട് കുടുംബമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയും കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ഭാര്യ ഭർത്താവ് നിലയിൽ നല്ല ഉത്തരവാദിത്വ ബോധമായിട്ട് ജീവിച്ചു വന്ന ഒരു യുവാവാണ് മനോജ്. ആ മനോജാണ് കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ തുറപ്പോടനുബന്ധിച്ചാണ് മനോജിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുകയും ഭാര്യയോട് തുറന്നു പറയുകയും ചെയ്ത്, ഇനി നിന്നോടൊപ്പം എനിക്ക് കഴിയാൻ താല്പര്യമില്ല, ഭാര്യ എന്ന നിലയിൽ നീ എനിക്ക് ഭക്ഷണം വെച്ച് തരേണ്ട കാര്യമില്ല, ഞാൻ മറ്റൊരു റൂമിലാണ് കിടക്കുന്നത്, ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നു, ആ പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുകയുണ്ടായി. ആ വാക്ക് കേട്ടതിന് ശേഷമാണ് പെൺകുട്ടി കഴിഞ്ഞ 17 വർഷമായിട്ട് വിവാഹം കഴിച്ച് ഈ മനോജ് മാത്രം സങ്കല്പിച്ച് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഉത്തരവാദിത്വ ബോധമായിട്ട് ജീവിച്ചു വന്ന ഒരു കുടുംബജീവിതം അവിടെ താറുമാറാകുന്നതും ആ പെൺകുട്ടിയുടെ മനസ്സ് തകർന്നു പോകുന്നതും. അതിനുശേഷം ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ചയോളം നല്ല രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ മനോജുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനോ ഒന്നും പറ്റാത്ത വല്ലാത്ത ഒരു മാനസിക ആഘാതമാണോ ഇത് അറിഞ്ഞതിന് ശേഷമാണ് മനോജിന്റെ ഇളയ സഹോദരനോട് ഇത്തരത്തിലൊരു കാര്യം പറയുകയുണ്ടായെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ എല്ലാവരുമായിട്ട് കൂട്ടുനിന്ന് സംസാരിക്കാനോ ഒന്നുമുള്ള സമയം കിട്ടില്ല. അതൊരു ചെറിയ ഒരു ആവേശത്തിന് പറഞ്ഞായിരിക്കും മാറും എന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ വീട്ടിൽ രാത്രി എത്തിയാൽ നിരന്തരം ഫോൺ വിളിക്കുകയും രാത്രി കാലങ്ങളിൽ ഫോൺ വിളിച്ചുകൊണ്ട് ഈ വീട്ടിന് വെളിയിലോട്ട് സ്കൂട്ടറുമായിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതൊന്നും ഭാര്യ എന്ന നിലയിൽ അത് സഹിക്കാൻ പറ്റാത്ത മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കിയതായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ഓട്ടോറിക്ഷ ഓടുന്ന തൊഴിലാളികളായിട്ടുള്ള സഹപ്രവർത്തകരെല്ലാം തന്നെ അവരും ഒരു കാരണം ചൂണ്ടിക്കാട്ടിയിരുന്നു. സമീപ പ്രദേശത്ത് ഒരു കടയിലെ ഒരു യുവതിയുമായിട്ട് അടുപ്പമുള്ള കാര്യം. പക്ഷെ ആരും അത് തെളിച്ചു പറഞ്ഞില്ല. മൈക്കിന് മുമ്പിൽ പറഞ്ഞാൽ പിന്നീട് അവർ അതിന്റെ കാര്യങ്ങൾക്കായിട്ട് പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും ഒക്കെ നിയമ നടപടികളുമായിട്ട് പോകുന്നതുകൊണ്ട് അവർ മൈക്കിന്റെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിലും അല്ലാതെ എന്നോട് അവരെല്ലാം ആ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ മനോജിന്റെ ഭാര്യ നമ്മളോട് പറഞ്ഞത് ഇത്തരത്തിൽ മറ്റൊരു പെൺകുട്ടി ആയിട്ട് അടുപ്പമുണ്ട്. പക്ഷെ ആ പെൺകുട്ടി ഏതാണെന്ന് ഈ മനോജിന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. അതിനകത്ത് നമ്പർ നോക്കാനോ അതെല്ലാം നമ്പർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടും ഈ സ്മാർട്ട് ഫോൺ അധികം ഉപയോഗിക്കാത്ത ഒരു യുവതിയാണ് ഈ മനോജിന്റെ ഭാര്യ. ആ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു യുവതിയും കൂടെയാണ്. എന്തായാലും 17 വർഷമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം വളരെ സ്നേഹപൂർവ്വമായിട്ട് അവരെ മാതൃകാ ദമ്പതികൾ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എവിടെ ഒരു വിവാഹമായാലും മറ്റ് ചടങ്ങുകൾ
ചടങ്ങുകൾക്ക് എവിടെ പോയാലും ഇവർ ഒരുമിച്ച് ഒരേ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി പോകുന്ന കാഴ്ചകൾ പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മനോജും ഭാര്യയും കഴിയുന്നതും പോകുന്നതും കാണുമ്പോൾ ആ പ്രദേശത്ത് ഉള്ളവരെല്ലാം വളരെ ആകാംക്ഷയോടും അവർക്ക് സന്തോഷപരവുമാകുന്ന ഒരു ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു കഴിഞ്ഞ 17 വർഷമായിട്ട് അവർ നടന്നു പോകുന്നത്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മറ്റൊരു സ്ത്രീയുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, ഇനി നീയായിട്ട് കഴിയാൻ പറ്റില്ല, നീ എനിക്ക് ഭക്ഷണം വെച്ച് തരണ്ട, ഞാൻ മറ്റൊരു റൂമിലാണ് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ് ഹാളിൽ വന്ന് കിടക്കുകയും റൂം ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം ഭാര്യയ്ക്ക് ഉറങ്ങാതെ കിടക്കുമ്പോഴും രാത്രി വിളിച്ച് മറ്റൊരു സ്ത്രീ മറുതലക്കിൽ നിന്ന് വിളിച്ചു ചോദിക്കും, നീ അവളോടാണോ ഭാര്യയോടാണോ കിടക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വീഡിയോ കാൾ ചെയ്യുകയും ആ വീഡിയോ കാൾ മുഖാന്തരം കാണുകയൊക്കെ ചെയ്യുകയും ബോധ്യപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. സ്വന്തം ഭാര്യയോടുകൂടി ഭർത്താവ് കിടക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ മറ്റൊരു സ്ത്രീ, അത് പ്രണയിനിയായിരുന്നോ അത് ഈ കാമുകയാണോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ മറ്റൊരു സ്ത്രീ എതിർവശമുണ്ടെന്ന് ഭാര്യ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലുണ്ടായി. അതിൽ നിന്നും എന്താണ് ഈ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. എന്തായാലും വീട്ടിൽ മദ്യം കഴിച്ചു, മദ്യത്തിനകത്ത് തെങ്ങിനൊക്കെ കലർത്തുന്ന വിഷമാണ് അതിനകത്ത് ഒഴിച്ചു വെച്ചിരുന്നത്. ആ വിഷം കഴിച്ചിട്ട് സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോകുകയാണ് ഉണ്ടായെന്നാണ് ഭാര്യ പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഈ മറുഭാഗത്തുള്ള ഈ കാമുകി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പ്രണയിനി എന്ന് പറഞ്ഞ ആ യുവതി വെളുപ്പിന് ഏതാണ്ട് 3:30-4 മണി സമയത്തോളം ഈ റോഡ് സൈഡിൽ നിൽക്കുകയും അവിടുന്ന് ഈ അവശയായിട്ട് വീണതിന് ശേഷം ഈ പരബ്രഹ്മ ഹോസ്പിറ്റലിന്റെ മുന്നിലെ ഒരു സെക്യൂരിറ്റി എടുത്ത് മനോജ് അവിടെ അവശതയായിട്ട് കിടക്കുന്നു എന്ന് പറയുന്നു രാത്രി വെളുപ്പാൻ കാലത്ത്. അതിനുശേഷമാണ് മനോജിനെ തിരക്കി ഇവിടുന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ കാൽനടയായിട്ട് ഓടിപ്പോയി അവിടെ കാണുകയും വരുന്ന വാഹനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവരപ്പെടുകയും മരണപ്പെട്ടതായിട്ടാണ് സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ആ ബോഡി പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചടങ്ങുകളൊക്കെ നടത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ശവസംസ്കാരങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ യുവതിയെ അടുത്ത് സമീപിച്ചപ്പോൾ മുഖം മറച്ചിരുന്നെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ആ കടയുടെ മുതലാളി നമ്മളോടത്ത് പറഞ്ഞത് ആ യുവതിയെ കുറിച്ച് ഇപ്പോൾ എനിക്കറിയില്ല, നമ്പർ കൈവശമില്ല, കുടുംബിനിയാണോ ഭർത്താവുണ്ടോ മക്കളുണ്ടോ എന്നും യാതൊരുവിധ ഫാമിലി ഡീറ്റെയിൽസും ഈ കടയുടെ മുതലാളി, കടയുടെ ജീവനക്കാരിയാണല്ലോ ആ പെൺകുട്ടി, ആ സ്ത്രീയെ കുറിച്ച് യാതൊരുവിധ അറിയിപ്പും നമുക്ക് കിട്ടിയില്ല, അതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കണ്ടത്. പക്ഷേ ഇന്നലെ വരെ ജോലിക്ക് വന്നിരുന്നു. പക്ഷേ ഇന്നു മുതൽ ജോലിക്ക് വന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മനോജിന്റെ ഭാര്യ പൊതുസമൂഹത്തോട് ഇത്തരത്തിലൊരു വിഷമം ഉണ്ടായത് മറ്റാരും അറിയരുതെന്നും മനസ്സിൽ അടക്കി പിടിച്ച് കഴിഞ്ഞ 15 ദിവസത്തോളം മനസ്സ് വിമ്മിഷ്ടപ്പെടുത്ത് വിങ്ങിപ്പൊട്ടി അത് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് പോകുന്നു, എന്താണ് മദ്യത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നതെന്നോ മദ്യത്തിൽ വിഷമുണ്ടോന്നോ അതിനെക്കുറിച്ചും ആ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. അവരത് മദ്യം എന്ന് കുടിക്കുന്നത് പോലെ ഒരു മദ്യമാണ് കുടിച്ചതെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പലപ്പോഴും രാത്രികാലങ്ങളിൽ സ്കൂട്ടറും എടുത്തുകൊണ്ട് പുറത്തു പോകുന്ന സ്വഭാവമുണ്ട്, അത്തരത്തിൽ പോയിട്ട് തിരികെ വരും എന്നുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഒരു വേർതിരിവ് കാണിപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും എന്നാലും വീട്ടിലെ പാലിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പൈസ കൊടുക്കുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും, പക്ഷെ നീ എന്നോടൊപ്പം ഇനി ഒരു ജീവിതം എനിക്ക് തയ്യാറില്ല. ഏതാണ്ട് 17 വർഷം ഒരുമിച്ച് കഴിഞ്ഞ ഒരു ഭർത്താവായ ഒരു പുരുഷനാണ് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഭർത്താവ് ജീവിതത്തിന്റെ വലിയ ദൈവമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ സ്ത്രീക്കാണ് ഇത് വലിയൊരു ആഘാതമായിട്ട് പോകുന്നത്. നേരം പൊക്ക് പോലെ പലരും ഒക്കെ ജീവിതത്തിന്റെ ഭാര്യയും ഭർത്താവും കഴിയുന്നവർക്കാണ്, അവർക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. ഭാര്യയായാലും ഭർത്താവിനെ ഇട്ടിട്ട് പോകുന്നു, ഭർത്താവായാലും ഭാര്യയൊക്കെ ഇട്ടിട്ട് പോകുന്ന കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ പലരും കാണാറുണ്ടെങ്കിലും അതൊക്കെ ആത്മഹത്യയിലേക്കൊന്നും പോകാതെ പലരും ബന്ധം വേർപെടുത്തി മറ്റു പല വിവാഹങ്ങൾ കഴിച്ച് ജീവിക്കുന്നത് കാണാം. മറ്റും ഒന്നും സഹിക്കാൻ പറ്റാതെ ഒരു സ്ഥലത്ത് മാത്രം ഭാര്യയ്ക്കായാലും ഭർത്താവിനായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും പ്രണയവും ജീവിതവും ഒക്കെ കണ്ടു നിൽക്കുന്നവർക്കാണ് ഇത് താങ്ങാൻ പറ്റാതെ തകർന്നു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ യുവതി ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല. ഇതിനുള്ള സമഗ്രമായ എന്താണ് ആ മനോജ് പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, കുടുംബമായിട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരന് ഇത്രയും ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉണ്ടായത്, ആ പ്രേരണ ഉണ്ടായത് ആരാണോ അതിന് അവർക്കെതിരെ ശക്തമായ നടപടികൾ ഓച്ചിറ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമഗ്രമായ അന്വേഷണം നടത്തി അതിന്റെ യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചെന്നുള്ളത് കണ്ടെത്തി കുറ്റവാളികളായിട്ടുള്ളവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ഈ മനോജിന്റെ ഭാര്യയ്ക്ക് നീതി കിട്ടാനും ഈ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഈ നാട്ടുകാർക്കും എന്താണ് ഇത്തരത്തിൽ ഒരു അവിവേകം കാണിക്കാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് നല്ല രീതിയിൽ ജീവിച്ചു വന്ന ഒരു ഉത്തമനായ ഒരു ചെറുപ്പക്കാരനാണ് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്തത്. എന്തായാലും അതിന് കാരണക്കാരനായ ഏത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും അത്തരത്തിൽ
ഉണ്ടായ കാരണം തീർച്ചയായിട്ടും സമഗ്രമായ ഒരു അന്വേഷണം നടത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഭാര്യയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ നാളെ ഒരു സ്ത്രീയും ഒരു പുരുഷന് മേലിൽ ഇത്തരത്തിൽ അവകാശങ്ങൾ സ്ഥാപിക്കുകയും സ്വന്തം ഭർത്താവ് ഭാര്യയോട് കിടക്കുന്നത് പോലും ശരിയല്ലെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ രാത്രി ഫോൺ കോൾ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് കണ്ട് ബോധ്യപ്പെടുക, ഇത്തരത്തിലൊക്കെ നിലപാടെടുത്ത് അദ്ദേഹത്തിന്റെ മാനസിക നില തകരാറിലാക്കി ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് ജീവൻ തന്നെ ത്യജിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ കൂട്ടുനിന്ന് അല്ലെങ്കിൽ അതിന് ശ്രമിച്ച ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനു വേണ്ടുന്ന സമഗ്രമായ അന്വേഷണം നടത്തണം. എന്തായാലും ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സൗഹൃദ വലയങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബിനെയും ബന്ധുക്കാരും എല്ലാം അതിനുവേണ്ടി പോരാടും. അതിനുവേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിൽ ഒരു കുടുംബം നാമാവിശേഷമാക്കി, ഒരു കുടുംബം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മാതൃകാ ദമ്പതികളെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ ആരാണ് ഇത്തരത്തിൽ ഒരു കല്ലുകടിയുമായിട്ട് കയറി ചെന്ന് ആ കുടുംബത്തെ അലങ്കോലമാക്കി ഒരു ജീവിതം ഇല്ലാതാക്കി ആരായാലും അവർക്ക് എതിരെ സമഗ്രമായ അന്വേഷണം നടത്തി നീതിന്യായ കോടതിയിൽ കൊണ്ടുവന്നവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ആരാണോ അത് ഉത്തരവാദികളായവരെ കൊണ്ടുവരാൻ ഇതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരും അതിന് വേണ്ടുന്നവരെല്ലാം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപടികൾ സ്വീകരിക്കട്ടെ. എന്തായാലും അവർക്ക് നീതി കിട്ടട്ടെ. മനോജിന്റെ ഭാര്യയ്ക്കും അതേപോലെ അതിനുവേണ്ടി പോരാടുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും. എന്തായാലും ഇനി നാളെ ഇത്തരത്തിൽ ഒരു സൗഹൃദമെന്നോ പ്രേമമെന്നോ സ്നേഹമെന്നോ ഒക്കെ പറഞ്ഞ് ഒരാളെ മരണത്തിലേക്കോ ആത്മഹത്യയിലേക്കോ തെള്ളിവിടാതിരിക്കട്ടെ. അതിനുവേണ്ടി ആരും തുനിയാതിരിക്കട്ടെ. ഒരു ആവേശത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, അത് അനന്തമായി കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളവരൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ട് ഒരു കുടുംബം നാമാവിശേഷമാക്കാതിരിക്കട്ടെ. അവരെല്ലാം സന്തോഷവും സൗഹൃദവുമായിട്ട് നല്ലൊരു ജീവിതം നയിച്ച് അവർക്കെല്ലാം ജീവിതാവസാനം വരെ സന്തോഷകരമായി ജീവിച്ചു മരിക്കാനുള്ള ഇടകൾ ഉണ്ടാകട്ടെ. മലയാളി വാർത്ത, രാംഭദ്രൻ.